വെച്ചിട്ട് നമ്മുടെ പറമ്പിലെ വാഴയാണ്. ഇന്നേക്ക് 21 ദിവസമായി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതിൻ്റെ സൂചി വരുന്ന കരുത്ത്. അപ്പോൾ ഒരടിയോളം പൊന്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല വിരിയും. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ചെറിയ രീതിയിലുള്ളൊരു സോളാർ ഫെൻസിങ് കൊടുക്കുക. അല്ലെങ്കിൽ കാട്ടുപന്നിയൊക്കെ ഇറങ്ങി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ വന്നിട്ടില്ല, എന്നാലും നമ്മളൊരു മുൻകരുതൽ എന്നുള്ള നിലക്ക് നേരത്തെ തന്നെ സോളാർ ഫെൻസിങ് ചെയ്യൽ അത്യാവശ്യമാണ്. ഇതിപ്പോൾ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് 8 mm TMT കമ്പിയാണ്. അത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഒരു പീസിന് 28 രൂപ 30 രൂപയായി. 4 അടിയാണ് ഹൈറ്റ്. ഇത് 4 അടിയിലേറുണ്ട്. മുതലാളി ഇതിൻ്റെ ആൾ തന്നെ പൈസ തന്നിട്ടുകൊണ്ടാണ് അത്രയും വലുതെടുത്തത്. 5 അടി മുറിപ്പിച്ചിട്ട് 1.5 അടി താഴോട്ട് പോയി എന്നുള്ളതാണ്. ഇത്രയും വേണ്ട നമുക്ക് ഒരു കർഷകന് സ്വന്തമായ രീതിയിൽ ഒരു ഫെൻസിങ് ചെറിയ രീതിയിൽ ചിലവ് കുറച്ച് ചെയ്യുമ്പോൾ ഇതിന് 4 അടി ഹൈറ്റ് മതിയാവും. അപ്പോൾ 4 അടി ഹൈറ്റ് ഒരു ലെങ്ത്ത് നമ്മുടെ കമ്പിയിൽ നിന്ന് 10 പീസ് 40 മീറ്ററാണ് വരുന്നത്, 40 അടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലെങ്ത്തിൽ നിന്ന് 10 പീസ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പീസിന് 28 രൂപയാണ് വരിക. പിന്നെ നമ്മൾ ടാറ്റേൻ്റെ വയറോൺ കമ്പിയാണ് മേടിച്ചിട്ടുള്ളത്. അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഓരോ പോസ്റ്റും കൊടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും. ഇനി ഇപ്പോൾ ചരിഞ്ഞ സ്ഥലം ആയതുകൊണ്ടാണ് ഇത്ര അടുപ്പിച്ചത്. 5 മീറ്റർ വരെ ആകാം. നേരെയുള്ള സ്ഥലമാണെങ്കിൽ 5 മീറ്റർ മാക്സിമം കൊടുത്ത് വീണ്ടും നമുക്ക് പോസ്റ്റിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു കമ്പി നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കെട്ടിയിട്ടുണ്ട്. പഴയ 16 mm പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സ്ലീവ് കണക്ടറൊക്കെ മേടിക്കാൻ കിട്ടും. അതിനൊരു പീസിന് തന്നെ 3 രൂപ 3.50 ഒക്കെ വിലയുണ്ട്. അതുകൊണ്ട് ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെ കുഴപ്പമില്ല, നല്ല രീതിയിൽ കിടന്നോളും. ഇതിപ്പോൾ നമ്മൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ പൈപ്പിൽ കോർത്തിട്ടിട്ട് നമ്മുടെ ഈ പൈപ്പിൽ ഇങ്ങനെ എത്ര പോസ്റ്റാണോ ഒരു ഏരിയയിലുള്ളത് അത്രയും പീസ് ഇങ്ങനെ കോർത്തിട്ടിട്ട് ഓരോന്ന് എടുത്തിട്ട് പ്ലയർ വെച്ച് അതിന് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ പൈപ്പ് നമ്മൾ ആദ്യം തന്നെ പോസ്റ്റിൽ ഫിറ്റ് ചെയ്ത് പോയാൽ പിന്നെ ഓരോന്ന് കോർത്ത് പോയി കമ്പിയൊക്കെ വളഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും നല്ലത്